ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിൽ നാം ഒത്തിരി പ്രാധാന്യത്തോടെ കേൾക്കുന്ന ഒന്നാണ് അനുതാപത്തോടെ മടങ്ങി വരുവനെന്ന്. സത്യവേദ പുസ്തകത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ആഹ്വാനമാണ് അനുദപിക്കുവിൻ, മടങ്ങി വരുവിൻ എന്നത്. പ്രവാചകന്മാർ ഓരോരുത്തരും ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, അനീതി നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് മടങ്ങി വരുവിനെന്ന്. വലിയ നോമ്പിന് മുന്നോടിയായി നാം ആചരിക്കുന്ന നിനവേ നോമ്പ് അഥവാ 3 നോമ്പിൽ യോന പ്രവാചകൻ ഒറ്റ വാചകം മാത്രമാണ് പ്രസംഗിച്ചത്. യോന പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഓരോരുത്തൻ താൻ്റെ ദുർമാർഗവും താൻ്റെ കൈക്കിലുള്ള സാഹസവും വിട്ട് മനം തിരിയുകയും വേണമെന്നത്, അല്ലെങ്കിൽ നിനുവ ഉന്മൂലമാകുമെന്നും യോന പ്രവാചകൻ പറഞ്ഞു. മരുഭൂമിയിലെ ശബ്ദമായ യോഹന്നാൻ സ്നാപകൻ്റെ അതിഗംഭീരമായ ശബ്ദം ഇപ്രകാരം വിളിച്ചു പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 8-ാം വാക്യം: മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. വീണ്ടും അദ്ദേഹത്തിൻ്റെ ശബ്ദം പരുഷമായി വിളിച്ചു പറയുന്നു: ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. അതെ, ലോകരക്ഷിതാവായ ക്രിസ്തുവും നമ്മോട് പറയുന്നത് ഇതുതന്നെയാണ്. പാപങ്ങളെക്കുറിച്ച് അനുദപിക്കുവാനും മനസ്സ് പുതുക്കി പുതിയ സൃഷ്ടിയായി മാറുവാനും. പാപം ചെയ്യുമ്പോൾ ഒരു വ്യക്തി ദൈവത്തിൽ നിന്നും അകലുന്നു. ആദാം, ഹവ്വ എന്നിവർ പാപം ചെയ്തപ്പോൾ അവർ ദൈവത്തിൽ നിന്നും അകന്ന് വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്നു. യഹോവ അവരോട് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. ഒരു വ്യക്തിക്ക് പരസ്യ ജീവിതവും രഹസ്യ ജീവിതവുമുണ്ട്. പരസ്യ ജീവിതത്തിൽ ചിലപ്പോൾ 100 മാർക്ക് ലഭിക്കാം, കാരണം അത് മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിക്കുന്ന ജീവിതമാണ്. എന്നാൽ രഹസ്യ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? സ്വന്തം ജീവിതത്തിൽ ജീവിത പങ്കാളികളോട്, കുഞ്ഞുങ്ങളോട്, കുടുംബത്തോട്, ജോലിയോട് വിശ്വസ്തത പുലർത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ദൈവം നമ്മോട് ഈ നോമ്പുകാലത്ത് ഓരോരുത്തരോടും ചോദിക്കുന്നു, നീ എവിടെയാണ്? ദൈവവുമായുള്ള സംസർഗത്തിലായിട്ട് ഒരുപാട് നാളുകളായോ? ദൈവവുമായി അടുക്കുവാൻ കഴിയാതെ വണ്ണം മനസ്സിൽ കൊണ്ടു നടക്കുന്ന വിഗ്രഹം ഏതാണ്? ആ വിഗ്രഹം തച്ചുടച്ചില്ലെങ്കിൽ ദൈവവുമായുള്ള സംസർഗം സാധ്യമല്ല. യഹോവ രണ്ടാമതായി ഇപ്രകാരം ചോദിച്ചു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം: നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? ആദ്യം ആദാമനും ഹവ്വായ്ക്കും ദൈവം കൊടുത്ത ഏറ്റവും വിശേഷപ്പെട്ട വസ്ത്രമുണ്ടായിരുന്നു, ദൈവ തേജസ്സിൻ്റെ വസ്ത്രം. എന്നാൽ അനുസരണക്കേട് നിമിത്തം ആ തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യമായി തങ്ങൾ നഗ്നരാണെന്ന് അവർക്ക് തോന്നി. ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകലുമ്പോൾ വല്ലാത്ത ഭയം നമുക്ക് അനുഭവപ്പെടും. നാം സുരക്ഷിതരല്ല എന്ന് നമുക്ക് തോന്നും. എന്നാൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുമ്പോൾ നമുക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടും. ആ നഷ്ടപ്പെട്ട സുരക്ഷിതത്വ ബോധം നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും നമുക്ക് തിരിച്ചു പിടിക്കുവാൻ സാധിക്കണം. യഹോവ 3-ാമത് ചോദിച്ച ചോദ്യം 2-ാമത് ചോദിച്ച ചോദ്യത്തിൻ്റെ തുടർച്ചയായിരുന്നു. തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ പറയുന്നു. ദൈവം മനുഷ്യനെ ഈ ലോകത്തിൽ ഏറ്റവും വിശേഷപ്പെട്ടവനായി സൃഷ്ടിച്ചു. സകല സൃഷ്ടികൾക്കും മേലധികാരിയാക്കി വെച്ചു. സകല സ്വാതന്ത്ര്യവും നൽകി. എന്നാൽ ചില കൽപ്പനകൾ അവന് നൽകി. സാത്താൻ്റെ കാൽക്കീഴിൽ വീണു പോകാതിരിക്കുവാനുള്ള കൽപ്പനകൾ. എന്നാൽ ആദാമും ഹവ്വായും ആ കൽപ്പനകളെ ധിക്കരിച്ചു. അരുതെന്ന് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്തു. ഇന്നും ദൈവം നമ്മെ വളരെയേറെ അനുഗ്രഹങ്ങൾ നൽകി വീണു പോകാതെ നിർത്തിയിരിക്കുന്നു. ദൈവം അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യരുത്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്.
കാരണം ദൈവത്തിന് യാതൊന്നും മറവായി ഇരിക്കുന്നതല്ല. പ്രിയമുള്ളവരെ, വീണു പോയിട്ടുണ്ടെങ്കിൽ ഈ നോമ്പിൽ കർത്താവിൻ്റെ സമീപം തിരിച്ചു വരാം. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാകുന്നു. മനസ്സ് തകർന്നവരെ ദൈവം താങ്ങുന്നു. അതിനാൽ സകല പാപഭാരങ്ങളും ഇറക്കി വെച്ച് ഒരു പുതിയ സൃഷ്ടിയായി ദൈവസന്നിധിയിൽ ഈ നോമ്പുകാലത്ത് നമുക്കായിത്തീരാം. അതിനായി ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.